ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു ന്യൂ ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസ് ഒരു 7 സ്റ്റേജസ് ആണ് മെയിൻലി ഈ റിപ്പോർട്ടിങ്ങിൽ ഉള്ളത്. നമുക്ക് എന്താണ് ആദ്യം റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളത് ഒന്ന് നോക്കാം. റിപ്പോർട്ട് റൈറ്റിംഗ് ഇസ് എ ക്രൂഷ്യൽ സ്റ്റേജ് ഓഫ് റിസർച്ച് വർക്കാണ്. റിസർച്ച് വർക്കിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോ യൂണിവേഴ്സിറ്റി ആക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഓർ സ്റ്റൈൽ ഓർ റിസർച്ച് റൈറ്റിംഗ്. ഡിഫറെൻറ്റ് റിസർച്ചർ മേ പ്രിപ്പയർ ദെയർ റിപ്പോർട്ട് ഡിഫറെൻ്റ്ലി. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്തില്ല, റിപ്പോർട്ട് റൈറ്റിങ്ങിലില്ല. ഒരുപാട് റിസർച്ചർ ഉണ്ടാക്കുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ആയിരിക്കും. ഒരു സ്റ്റാൻഡേർഡ്, അതായത് ഒരു യൂണിവേഴ്സൽ ആക്സെപ്റ്റ് ചെയ്തൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഫോളോ ചെയ്യണില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഓൾ റിപ്പോർട്ട് നീഡ് ടു ബി ക്ലിയർ. എല്ലാ റിപ്പോർട്ടും വളരെ ക്ലിയർ ആൻഡ് സ്ട്രക്ചർഫുൾ ആയിരിക്കും. വിത്ത് എ കെയർഫുൾ പ്ലാനിങ് റൈറ്റിംഗ് റിപ്പോർട്ട് വിൽ ബി മെയ്ഡ് ഇൻ ഈസിയർ ഇസ് എ റിട്ടേൺ ഡോക്യുമെൻറ്റ്. റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്. അത് സിമ്പിളായിട്ടുള്ളതാണ്. ഓൾറെഡി നമ്മൾ റിപ്പോർട്ട് റൈറ്റിംഗ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരിട്ട് തന്നെ റിപ്പോർട്ട് റൈറ്റിംഗ് സ്റ്റേജസൊക്കെ പോകാൻ പറ്റും. അതിൽ ഏകദേശം ഒരു 7 സ്റ്റേജസ് ആണ് വരുന്നത് പറഞ്ഞു. ഇതൊക്കെയാണ്: അണ്ടർസ്റ്റാൻഡിങ് ദ റിപ്പോർട്ട് ബ്രീഫ്, ഗ്യാതറിംഗ് മെറ്റീരിയൽ ആൻഡ് ഡാറ്റ, മേക്ക് ഓവറോൾ ഫോർമാറ്റ്, മേക്ക് എ ഡീറ്റെയിൽ ഔട്ട്ലൈൻ ആൻഡ് drafting of the report, editing the final draft and documentation. These are the 7 type of stages in relating report writing. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. റിപ്പോർട്ടിങ്ങിലെ ഒന്നാമത്തെ സ്റ്റേജാണ് അണ്ടർസ്റ്റാൻഡിങ് ദ റിപ്പോർട്ട് ബ്രീഫ്. ഓക്കെ, ആ ഒരു റിപ്പോർട്ടിങ്ങിൻ്റെ സ്റ്റെപ്പ് പറയുന്ന പോലെ തന്നെയാണ് നമ്മൾ റിപ്പോർട്ട് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ടൈമിൽ അതെന്താണ് അതിൻ്റെ ഉള്ളിലുള്ള അതിൻ്റെ പർപ്പസ് എന്നുള്ളത് നമുക്ക് എന്തായിരിക്കണം, ഓൾറെഡി മനസ്സിലാക്കി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദ ഫസ്റ്റ് സ്റ്റേജ് is the most important one. The researcher should be confident that he understands the purpose of the report as described in the report brief or instruction. May that the understand ചെയ്യണം ആ റിപ്പോർട്ട്. ഓക്കെ, ദാറ്റ് സിമ്പിളി നമുക്ക് പറയാൻ പറ്റും. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാതറിങ് മെറ്റീരിയൽ ആൻഡ് ഡാറ്റ. ഹിയർ ദാറ്റ്സ് second stage. Once researcher has clear picture about the purpose of the report, he need to begin to rather relevant information. ഫസ്റ്റ്ലി നമ്മൾ എന്താണ് റിപ്പോർട്ടിൻ്റെ പേർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് എന്താ പറയുന്നത്, ഈ ഗ്യാദർ ചെയ്യുന്നു ഇൻഫോർമേഷൻസ്. ഓൾ ദി മെറ്റീരിയൽ റിക്വയർഡ് ടു റൈറ്റ് ദ റിപ്പോർട്ട് ഷുഡ് ബി കളക്റ്റഡ്. ഇൻഫോർമേഷൻ മേ ബി കം എ വെറൈറ്റി ഓഫ് സോഴ്സസ്. നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സസ് നിന്നാണ് നമുക്ക് റിപ്പോർട്ട് എഴുതാനുള്ള ഇൻഫോർമേഷൻസൊക്കെ എന്ത് ചെയ്യും കിട്ടുക. അപ്പോൾ അത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി സോഴ്സസ് നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. ദെൻ തേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് ഓവറോൾ ഫോർമാറ്റ്. ഇവിടെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മേക്ക് എ ഓവറോൾ ഫോർമാറ്റ്. ഹിയർ ദാറ്റ് റിസർച്ച് ഷുഡ് മേക്ക് എൻ ഓവറോൾ ഫോർമാറ്റ് ഓഫ് ദി റിസർച്ച് റിപ്പോർട്ട് ബിഫോർ സ്റ്റാർട്ടിങ് ടു റൈറ്റ് എ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി റിപ്പോർട്ട്. ഒരു ഫോർമാറ്റ് അല്ല, ഓവറോൾ എന്താ പറയുക, റിസർച്ച് ഷുഡ് ബി ഓവറോൾ ആയിട്ടുള്ള ഫോർമാറ്റ് എന്ത് ചെയ്യണം, ആ ഒരു സ്റ്റേജിൽ നമുക്ക് എഴുതാൻ പോകുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കണം. ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആ സ്റ്റെപ്പ് ഫോളോ ചെയ്താലേ നമുക്ക് നല്ലൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നാളെ തന്നെ പെട്ടെന്നൊരു റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അത് അത്രയ്ക്കും റെലവൻ്റ് അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടുള്ളൊരു റിപ്പോർട്ടായിരിക്കില്ല. 2-3 മാസം മുന്നേ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഫോർത്ത് സ്റ്റേജ് മേക്ക് എ ഡീറ്റെയിൽ ഔട്ട്ലൈൻ. ദിസ് ഈസ് ദ സ്റ്റേജ്. ഓക്കെ, ഓൺ ദി ബേസിസ് ഓഫ് എബോവ് ഇൻഫോർമേഷൻ he should prepare a detailed outline report. This researcher should be formally developing details and eliminating unnecessary data researcher had already collected. Here that make a detailed outline. ഹിയർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അൺനെസസറി ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു, എലിമിനേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. ദെൻ ഇവിടെ ഒരു 5 പാർട്സ് ഔട്ട്ലൈൻ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ്, എക്സ്പ്ലെയിൻ, പ്രസൻറ്റ്, കമൻറ്റ് ആൻഡ് കൺക്ലൂഡ്. ദിസ് ആർ ദി 5 പാർട്സ് ഇൻ റിലേറ്റിംഗ് ടു ദി ഡീറ്റെയിൽ ഔട്ട്ലൈൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താ നോക്കുക, ഇൻട്രൊഡ്യൂസ് മീൻസ് ദ മെയിൻ ഐഡിയ, ചാപ്റ്റർ, സെക്ഷൻ, പാരഗ്രാഫ്. റിസർച്ച് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അവതരിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ ചാപ്റ്റർ അല്ലെങ്കിൽ സെക്ഷൻ, പാരാഗ്രാഫ് വഴിയായിട്ട് നമ്മളത് എന്താ പറയുക,
നമ്മളത് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ എക്സ്പ്ലെയിൻ ദ എക്സ്പാൻഡ് ഐഡിയ ഡിഫൈനിങ് എനി കീ ടേംസ്. അതായത് നമ്മൾ കീ ടേംസ് എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, റിപ്പോർട്ടിൽ കാണിക്കണം എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് വൺ പ്രസൻറ്റ് റെലവൻറ്റ് എവിഡൻസ് ടു സപ്പോർട്ട് ഓർ പോയിൻ്റ്. അതായത് നമ്മൾ എടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ച പോയിൻ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റെലവൻ്റ് ആയിട്ടുള്ള നമ്മൾ പ്രസൻറ്റിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് കൂടി എന്തായിരിക്കണം, കണക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ COVID-19 ആണ് ഇപ്പം നമ്മളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് COVID-19 പ്രസൻറ്റിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യം കൂടിയും അങ്ങനെ പ്രസൻറ്റുമായി ബന്ധപ്പെട്ട രീതിയിലായിരിക്കണം നമ്മൾ റിപ്പോർട്ട് എന്ത് ചെയ്യേണ്ടത്, കണക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കമൻറ്റ് ഓൺ ദി പീസ് എവിഡൻസ് ഷോയിങ് how it relating or point and conclude. Finally we have to concluding in the outline. Okay, these are the 5 parts. Then 5 and the അഞ്ചാമത്തെ സ്റ്റെപ്പ് ഡ്രാഫ്റ്റിംഗ് ഓഫ് ദി റിപ്പോർട്ട് ആണ്. ഡ്രാഫ്റ്റിംഗ് റിപ്പോർട്ട് ദിസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ടു ഡ്രാഫ്റ്റ് ആണ്, ഡ്രാഫ്റ്റ് റിപ്പോർട്ടാണ്. തേർഡ് സ്റ്റെപ്പ് ഇൻവോൾവിങ് ഇൻ ദ ഡ്രാഫ്റ്റിംഗ്. ഓക്കെ, ഇവിടെ ഡ്രാഫ്റ്റിങ്ങിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ് ആൻഡ് തേർഡ് ഡ്രാഫ്റ്റ്, ഇങ്ങനെ 3 ഡ്രാഫ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയിന്റിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് കേട്ടോ പറയുന്നത്. ഈ ഡ്രാഫ്റ്റിങ്ങിൽ നമ്മൾ എന്താണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് നോക്കാം. ഹിയർ ഇസ് ഇമ്പോർട്ടൻസ് ഷുഡ് be given to language and in the first draft report. The first draft should be rewritten number of times എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ലെസ് ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് എന്നുണ്ട്. ഇയേഴ്സ് ഞാൻ ലെസ് എന്നുള്ള ആ ഒരു എലമെൻറ്റ്, ആ വേർഡ് നമ്മൾ എഴുതാൻ മറന്നു. ലെസ് ലാംഗ്വേജ് ആണ് കേട്ടോ. ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്ന സമയത്ത് ലാംഗ്വേജിനൊന്നും വളരെ അധികം ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഇല്ല. നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതി പോവുക. ഒരുപാട് വട്ടം നമ്മൾ റിട്ടേൺ ചെയ്യും ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്ന ടൈമിൽ. ഓക്കെ, ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇൻ 2 കേസ് വരുന്നത് റൈറ്റ് ഓൺ ഹെഡും റൈറ്റ് അപ്പ് നോട്ട്സും എന്ന് പറയുന്ന 2 വേസിൽ നമുക്ക് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതാൻ പറയുന്നു. ഓൺ ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ എഴുതുന്നു. ഓൾറെഡി നമ്മൾ എന്തെങ്കിലും കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെമ്മറിയിൽ ഓൾറെഡി ഫീഡ് ചെയ്യുന്ന കുറച്ച് ഡാറ്റാസും കാര്യങ്ങളുമില്ലേ, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതുന്നു. ദെൻ സെക്കൻഡിൽ വന്ന് റൈറ്റ് അപ്പ് ഓൺ ദി നോട്ട്സ്. സ്ലിപ്പ് നോട്ട്സ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും റിസർച്ചിനെ കുറിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് നോട്ടിൽ എഴുതി പിടിക്കുന്ന അല്ലെങ്കിൽ സ്ലിപ്പ് നോട്ട്സ് ഉണ്ടാക്കാനുള്ളൊരു പ്രവണത കൂടുതലാണ് ചില ആൾക്കാർക്കില്ല. അത് പെട്ടെന്ന് നോട്ട് ചെയ്യുന്നു, എന്തെങ്കിലും റിപ്പോർട്ടിങ്ങിൻ്റെ ഇൻഫോർമേഷൻസ് കിട്ടിയ. അങ്ങനെ നമ്മൾ നോട്ടിൻ്റെ ബേസിൽ എഴുതുന്നതാണ് റൈറ്റ് ഓൺ നോട്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഡ്രാഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെക്കൻഡ് ഡ്രാഫ്റ്റ്, തേർഡ് ഡ്രാഫ്റ്റ് ഉണ്ട്. ഇതിൽ സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് റിസർച്ചർ ഷുഡ് ബി സ്റ്റാർട്ട് ദ റിവിഷൻ ഓഫ് ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ്. ഫസ്റ്റ് ഡ്രാഫ്റ്റിൻ്റെ റിവിഷനാണ് സെക്കൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റിസർച്ചർ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്തിൽ, ലാംഗ്വേജിൽ. ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ നമുക്ക് ലെസ് ഇമ്പോർട്ടൻസ് ആണ് ലാംഗ്വേജ് എന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഡ്രാഫ്റ്റിൽ എന്താണ്, കോൺസെൻട്രേറ്റിംഗ് ലാംഗ്വേജ് കുറച്ചും കൂടി ലാംഗ്വേജ് എന്തെന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഹി ക്യാൻ എഡിറ്റിംഗ് ഇൻ ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വിൽ മേക്ക് ഇൻ പ്രീസസ് കോൺസെൻട്രേറ്റ്. ഓക്കെ, ഇയാളുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഡ്രാഫ്റ്റിൽ എഡിറ്റിംഗ് ചെയ്യാനും കുറച്ച് പൊടികളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്ത് ഒന്ന് പുട്ട് ചെയ്യാനൊക്കെ നമുക്ക് സാധ്യമാവുന്നുണ്ട്, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ദ ഫോളോവിങ് ടിപ്സ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് സെക്കൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഇത്തരത്തിലുള്ള പോയിൻറ്റ്സ് ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. മേക്ക് ദ റിസർച്ച് ഡിസൈൻ സിമ്പിൾ ആയിട്ടുള്ള വേണം നമ്മൾ എടുക്കാൻ. എക്സ്പാൻഡ് ദി കൺസേൺ റൈറ്റിംഗ്. യൂസ് സിമ്പിൾ വേർഡ്സ്, സ്പെഷ്യലി കോമൺ വേർഡ്സ്. സിമ്പിളായിരിക്കണം. ഒരു റീഡർക്ക് റിസർച്ച് റിപ്പോർട്ട് വായിക്കുന്ന ടൈമിൽ അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതാൻ. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിലുള്ള സെൻറ്റൻസും കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റീഡർക്ക് വായിക്കുമ്പോൾ അത് ക്യാച്ചപ്പ് ചെയ്യണമെന്നില്ല. നമുക്ക് കേട്ട് പരിചയവും കണ്ടു പരിചയമുള്ള വേർഡ്സൊക്കെ നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്യുന്നു. ഓക്കെ, അവോയ്ഡ് കോംപ്ലക്സ് സെൻറ്റൻസ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ വരുന്നുണ്ട് എലിമിനേറ്റിംഗ് റിപ്പീറ്റേഷൻ ഓഫ് ഐഡിയ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അതേപോലെ നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫ് എഴുതിയിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്ത് കളയുക. റീഡ് ആൻഡ് റീഡ്രാഫ്റ്റ്. റീഡുന്നു പിന്നെ റീഡ്രാഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ദെൻ തേർഡ് ഡ്രാഫ്റ്റ് റൈറ്റിംഗ് ഓൺ ദി വേർഡ് പ്രോസസ്സർ മേക്ക് ഇറ്റ് ഈസി ടു റീഅറേഞ്ച് സെക്ഷൻ ഓർ പാരഗ്രാഫ് ഇൻ ദ തേർഡ് ഡ്രാഫ്റ്റ്. ഹിയർ ദാറ്റ് തേർഡ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനൽ ടച്ച് കൊടുക്കുന്ന ഡ്രാഫ്റ്റാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ ഒരു ടച്ചപ്പ് എന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്തൊക്കെയുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഉണ്ട്, കുറച്ചും കൂടി എഡിറ്റ് ആക്കുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ പുട്ടപ്പ് ചെയ്ത് നല്ലൊരു വൃത്തിയും വെടുപ്പിൽ എന്ത് ചെയ്യുന്നു, നമ്മളെ റിപ്പോർട്ടിനെ ആക്കി മാറ്റിയെടുക്കുന്നുണ്ട്. ഓക്കെ,
ദെൻ 6 എന്ന് പറയുന്നത് എഡിറ്റിംഗ് ദ ഫൈനൽ ഡ്രാഫ്റ്റ്. 6ാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുന്നു, നമ്മൾ പിന്നെ എന്ത് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു കേട്ടോ. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ഫൈനൽ ഡ്രാഫ്റ്റ് ഈസ് ടു ബി പ്രിൻറ്റഡ് ഓർ ടൈപ്പഡ്, ബട്ട് ബിഫോർ ടൈപ്പിംഗ് ഇറ്റ് ഷുഡ് ബി edited thoroughly. Okay, it's a responsibility of the writer to see that final draft are free from spelling mistake and grammatical errors. It's not not the point, because നമ്മൾ എഴുതുന്ന ടൈമിൽ റിപ്പോർട്ടിങ്ങിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, ഗ്രാമറ്റിക്കൽ ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം, ഈ ഒരു എഡിറ്റിംഗ് സ്റ്റെപ്പിൽ നമ്മൾ എന്തെന്ന് മാറ്റണം. അതിനായിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, വൃത്തിയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്തൊക്കെ അതൊക്കെ മാറ്റി നല്ലൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനലി വി ഹാവ് ടു ഗോ ടു 7 അല്ലേ, ഡോക്യുമെൻറ്റേഷൻ. അവസാനത്തെ സ്റ്റെപ്പാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി റിപ്പോർട്ട് റൈറ്റിംഗ്. ഇതാണ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഒരു റിലവൻ്റ് ഉള്ളൊരു വേറൊരു ഭാഗം എന്ന് പറയുന്നത്. ലാസ്റ്റ് ഇസ് നോട്ട് ലീസ്റ്റ് ഇല്ലെന്ന് അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. അതുപോലെ തന്നെയാണുള്ളത് ഈ ഡോക്യുമെൻറ്റേഷനിൽ. നമ്മളൊരു 5 കാര്യങ്ങൾ വൃത്തിയായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫസ്റ്റ്, ഫുട് നോട്ട്, ബിബ്ലോഗ്രഫി, ടേബിൾ ചാർട്ട്, കൊട്ടേഷൻ, അപ്പൻഡിക്സ്. ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിരിക്കും റിപ്പോർട്ടിൽ എഴുതേണ്ടത് മസ്റ്റാണ്. ടേബിൾ ചാർട്ട് എന്നൊക്കെ പറയുമ്പോൾ അതില്ലാത്തൊരു റിപ്പോർട്ട് റൈറ്റിംഗ് നമുക്ക് എന്താ പറയുക, പ്രവചനീയമാണെന്നൊക്കെ പറയാൻ പറ്റില്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ ഫുട് നോട്ട് എന്താ നോക്കാം. ഇറ്റ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഡോക്യുമെൻറ്റേഷൻ. ദേ ആർ ഇൻറ്റേൺ ടു റെഫർ ടു റീഡർ ടു എക്സാക്ട് പേജ് വർക്ക് ലിസ്റ്റഡ് ഇൻ ദി വർക്ക് സിറ്റഡ് റെഫറൻസ് ഓർ ബിബ്ലോഗ്രഫി സെക്ഷൻ. ഹിയർ ഇറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ സെക്ഷനാണ് ഫുട് നോട്ട് എന്ന് പറയുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ടും എവിടെ നിന്നാണ് ഒരു കിട്ടിയ അതിൻ്റെ സോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ബിബ്ലോഗ്രഫിയിൽ, അതായത് ഫുട് നോട്ടായിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ റീഡർക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ സൈറ്റിൽ പോയില്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ സ്റ്റഡി നടത്തണമെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ട് പോയിൻ്റ് മതി അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ. ഓക്കെ, മെയിൻ പർപ്പസ് ഓഫ് ഈ ഡോക്യുമെൻറ്റേഷൻ്റെ മെയിൻ പർപ്പസ് ആണ് വരുന്നത് അക്നോളജ്മെൻറ്റ്, ഫാക്ട് ആൻഡ് ഐഡിയ ബോർഡ് ടു പ്രൊവൈഡ് റെഫറൻസ് ഓഫ് ദി സോഴ്സ്, ഐഡൻറ്റിഫൈ കൊട്ടേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ദെൻ ഇൻഫോർമേഷൻ ഇൻക്ലൂഡിങ് ഫുട് നോട്ട്. ഫുട് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നെയിം ഓഫ് ഓതർ. നമ്മൾ ഫുട് നോട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം നെയിം ഓഫ് ഓതറിൻ്റെ നെയിം എഴുതണം, ടൈറ്റിൽ ഓഫ് സോഴ്സിൻ്റെ ടൈറ്റിൽ എഴുതണം, പേജ് ഓഫ് റെഫറൻസ്, ഡേറ്റ് ഓഫ് പബ്ലിക്കേഷൻ, നെയിം ഓഫ് പബ്ലിഷർ ആൻഡ് ദ ഡേറ്റ് ദ പബ്ലിക്കേഷൻ. അപ്പോൾ ഈ ഒരു 5 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫുട് നോട്ട് എഴുതുന്ന ടൈമിൽ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ടേബിൾ ചാർട്ട് ആൻഡ് ഡയഗ്രാംസ് വരുന്നുണ്ടല്ലേ. ഇഫ് ദ റിസർച്ചർ സ്റ്റാറ്റിസ്റ്റിക്കലി ബേസ്ഡ് വൺ ദ ടേബിൾ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാം ആർ കെയർഫുള്ളി. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിൽ നമ്മൾ ചാർട്ടും ടേബിൾസൊക്കെ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ലാർജ് വോളിയം ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ പ്രസൻറ്റഡ് ബൈ യൂസിങ് ടേബിൾസ് സച്ച് ആസ്, അതെ, ലാർജ് വോളിയം ഡാറ്റാസും ന്യൂമറിക്കൽ ഡാറ്റാസൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രസൻറ്റ് ചെയ്യുകയാണ്, ഷോർട്ടായിട്ട് പ്രസൻറ്റ് ചെയ്യണം. ടേബിൾ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യണത് അല്ലേ. ടേബിൾ വഴിയാണ്, ചാർട്ട്സ് വഴിയൊക്കെ നമുക്ക് വലിയ ഡാറ്റാസൊക്കെ ഷോർട്ടായിട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ചാർട്ട് കണ്ടാൽ അല്ലേ. അതിനാണ് നമ്മൾ ചാർട്ട്സും ടേബിൾസൊക്കെ യൂസ് ചെയ്യുന്നത്. ലാർജ് വോളിയം ഡാറ്റ കളക്റ്റഡ് ഇൻ റിസർച്ച്, അൺനെസസറി ഡാറ്റ മേ ബി എലിമിനേറ്റഡ്. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടെങ്കിൽ ദാറ്റ് കുഡ് ബി എലിമിനേറ്റഡ് ദിസ് ടൈം. ഈച്ച് ടേബിൾ ടു ബി ലിമിറ്റഡ് 1 പേജ്. ഹിയർ ഇസ് നോട്ട് ദ പോയിൻറ്റ്. 1 പേജിലായിരിക്കണം നമ്മുടെ ടേബിൾ ഒതുങ്ങേണ്ടത് എന്ന് പറയുന്നുണ്ട്. അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ടേബിൾ. സംടൈംസ് എന്താ പറയുക, നമ്മൾ ഓട്ടോമാറ്റിക്കായി ചിലപ്പോൾ റിപ്പീറ്റേഷൻസ് ഒക്കെ ഉണ്ടാകുമായിരിക്കും. അങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒഴിവാക്കാം. അപ്പോൾ അറബിക്കൽ വേർഡ്സിലാണ് നമ്മൾ 1 2 3 എന്ന് പറയുന്നത് കൊടുക്കുക. ദെൻ അടുത്ത ഒരു ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലാണ് ഇത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാർട്ടാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലിൽ 3 സ്റ്റൈൽ വരുന്നുണ്ട്. API മെത്തേഡ് വരുന്നുണ്ട്, MLA വരുന്നുണ്ട്, ടർബുലൻറ്റ് സ്റ്റൈൽ ഡോക്യുമെൻറ്റേഷൻ. ഇതാണ് 3 രീതിയിലുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈൽ എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ 2 സൈഡിലും ഇത് ഫസ്റ്റ് വൺ നമ്മളെ, അതായത് ഇടത് സൈഡ് കാണുന്ന ഈ സ്ലൈഡിൽ നമ്മൾ കാണുന്നത് എൻഡ് നോട്ട്സിലെ ടെർബിൻ സ്റ്റൈൽ ഡോക്യുമെൻറ്റേഷനും ഇപ്പുറത്ത് ഞാൻ കൊടുത്തിരിക്കുന്നത് API ഡോക്യുമെൻറ്റേഷൻ സ്റ്റൈലുമാണ് കേട്ടോ. ഇവിടെ ഞാൻ ഹെഡിങ് എഴുതാൻ വിട്ടുപോയതാണ്. ടർബിനൽ ആയിട്ടുള്ള സ്റ്റൈൽ ഡോക്യുമെൻറ്റേഷനാണ് ഞാൻ ഈ ഇടത് സൈഡ് എഴുതിയിട്ടുള്ളത്. നോക്കാം. എൻഡ് നോട്ട് അപ്പിയർ ടു ദ എൻഡ് ഓഫ് ദി പ്രിപ്പയർ. എൻഡിൽ കാണുന്നതാണ് നമ്മൾ എൻഡ് നോട്ട് എന്ന് പറയുന്നില്ലേ. ഇവിടെ API മെത്തേഡ് എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെത്തേഡ് ലിസ്റ്റിംഗ് സോഴ്സ് ഓഫ് യൂസ് ദാറ്റ് യുവർ റിസർച്ച് റീഡർ ടു കോമൺലി യൂസ് ഇൻ സോഷ്യൽ സയൻസ് ആൻഡ് എക്സാമ്പിൾ ബിസിനസ് ഹിസ്റ്ററി.
ഇതൊക്കെ ഒരു സ്റ്റൈലാണ്. നമ്മൾ API മെത്തേഡാണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യണത് നമ്മൾ കേട്ടോ. ദെൻ MLA മെത്തേഡ് വരുന്നുണ്ട്. അതിൽ മോഡേൺ ലാംഗ്വേജ് അസോസിയേഷനാണ് MLA എന്ന് പറയുന്നത്. 2 പാർട്സ് ഉണ്ട്. വർക്ക് സൈറ്റ്സും ക്രിയേഷൻസും അതിൻ്റെ എലമെൻറ്റ്സും കാര്യങ്ങളും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫുട് നോട്ടിൻ്റെ പേരിൽ തന്നെ ഓതർ ടൈറ്റിൽസ് കണ്ടെയ്ൻ അതേഴ്സ് വേർഷൻ നമ്പേഴ്സ് പബ്ലിഷർ പബ്ലിക്കേഷൻ ഡേറ്റ്സ് ഇതൊക്കെ നമ്മൾ ആ ഒരു MLA ഒരു സ്റ്റൈലിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അധികം ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും ഒന്ന് നോക്കി വയ്ക്കുക, നല്ലതായിരിക്കും. ദെൻ ബിബ്ലോഗ്രഫി ആണ് കേട്ടോ നെക്സ്റ്റ് വണ്. ബിബ്ലോഗ്രഫി ഈസ് എ ലിസ്റ്റഡ് സോഴ്സ് ഓഫ് നമ്മൾ പറഞ്ഞു നമ്മുടെ ഡോക്യുമെൻറ്റേഷനിൽ 5 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ഫുട് നോട്ട് കഴിഞ്ഞു, ചാർട്ട്സ് ടേബിൾസ് കഴിഞ്ഞു. ഇതിൽ നമ്മൾ മൂന്നാമത്തെയാണ് ബിബ്ലോഗ്രഫി വരണത് കേട്ടോ. ബിബ്ലോഗ്രഫി സോഴ്സ് റിസർച്ച് ടു ഗെറ്റ് ഇൻഫർമേഷൻസ് റിസർച്ച് റിപ്പോർട്ട്. റിസർച്ച് റിപ്പോർട്ടിൽ ഈ റിസർച്ചർക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ കിട്ടിയത് എന്നുള്ളതിൻ്റെ ഒരു രൂപേണയാണ് ബിബ്ലോഗ്രഫി നമ്മൾ തയ്യാറാക്കുന്നത്. ഏറ്റവും അവസാനത്തെ പേജിലായിരിക്കും നമ്മൾ ബിബ്ലോഗ്രഫി എന്ത് ചെയ്യുക ഇൻക്ലൂഡ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് ഓൺ ദി ടൈം റിപ്പോർട്ട് ഓൺ ദി പേജ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കൈൻഡ്സ് ഓഫ് ബിബ്ലോഗ്രഫി രണ്ട് രീതിയിലുണ്ട്, വോക്കിംഗ് ബിബ്ലോഗ്രഫിയും ഫൈനൽ ബിബ്ലോഗ്രഫിയും. എക്സ്പ്ലനേഷൻ നോക്കിക്കോളൂ കേട്ടോ. ഞാൻ പറയുമ്പോൾ സിമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ എക്സ്പ്ലനേഷൻ നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വോക്കിംഗ് ബിബ്ലോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് ഇൻഫർമേഷൻ എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ നോട്ട്സാണ് ബിബ്ലോഗ്രഫി നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ റിസർച്ച് റിപ്പോർട്ട് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ റിസർച്ച് നടത്തിയിട്ടുണ്ടാകും ഇൻഫർമേഷൻസിനൊക്കെ. അങ്ങനെ റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മൾ നടത്തിയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ വോക്കിംഗ് ബിബ്ലോഗ്രഫി. അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല, റിപ്പോർട്ട് എഴുതാൻ തുടങ്ങിയിട്ടില്ല, അതിന് മുൻപേ നമ്മൾ വോക്കിംഗ് ചെയ്യണം. അതിന് വോക്കിംഗ് ബിബ്ലോഗ്രഫി. ഫൈനൽ ബിബ്ലോഗ്രഫി സിമ്പിൾ, ഫൈനലൈസ് ചെയ്തു നമ്മൾ റിപ്പോർട്ടായിട്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇൻവെസ്റ്റിഗേഴ്സ് റിസർച്ച് റിപ്പോർട്ട് കിട്ടുന്നതാണ്. ഇതാണ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ ഇൻവെസ്റ്റിഗേഷൻ റിസർച്ച് റിപ്പോർട്ട്. ഓക്കെ. ദെൻ ഫോം ഓഫ് ബിബ്ലോഗ്രഫി. ബിബ്ലോഗ്രഫിക്ക് സർട്ടൻ ഫോംസ് ഉണ്ട്. വർക്ക്സ് സിറ്റഡ്, കൺസൾട്ട് സോഴ്സ്, സെലക്റ്റഡ് ബിബ്ലോഗ്രഫി, ബ്രീഫ് അനോട്ടഡ് ബിബ്ലോഗ്രഫി എന്നൊക്കെ പറയുന്ന ഒരു ഫോമാണ് ഉള്ളത് കേട്ടോ. അതിൽ എന്തോ നോക്കി വെച്ചോളി. ദെൻ ജനറൽ ഗൈഡൻസ് ഫോർ എ ഫോമാറ്റിംഗ് ബിബ്ലോഗ്രഫി ഫോർ എ ബുക്ക്. അത് നമ്മൾ ഇപ്പോൾ ന്യൂസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എഴുതേണ്ടത്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ച് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എൻസൈക്ലോപീഡിയയിൽ നിന്നാണ് നമ്മൾ ഇൻഫർമേഷൻസ് എടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ടിലെ ബിബ്ലോഗ്രഫീൻ്റെ സെക്ഷൻ എഴുതുമ്പോൾ ഇങ്ങനെ ആക്കി തിരിക്കണം. ഇങ്ങനെ എൻസൈക്ലോപീഡിയൻ്റെ ടൈറ്റിൽ അതെന്താണോ അതിൻ്റെ ടൈറ്റിൽ എഴുതുക, എഡിറ്റിംഗ് ഡേറ്റ് എഴുതുക, അതിൻ്റെ വോളിയം നമ്പർ എഴുതുക, ആർട്ടിക്കിൾ ടൈറ്റിൽ കൊടുക്കുക. ഇങ്ങനെ അതിൻ്റെ ഫോർമാറ്റ്. അങ്ങനെ മാഗസീൻ എങ്ങനെയാണ് ഓതറിൻ്റെ നെയിം എഴുതുക, ടൈറ്റിൽ, നെയിം ഓഫ് മാഗസിൻ, വോളിയം നമ്പർ ഏകദേശം സെയിമാണ്. ന്യൂസ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഓതർ, നെയിം ഓഫ് ന്യൂസ് പേപ്പർ, സിറ്റി, പബ്ലിഷ്ഡ്, എഡിഷൻ, അവൈലബിൾ സെക്ഷൻ, പേജ് നമ്പർ. ഓക്കെ, ഇതൊരു ഫോർമാറ്റാണ്. ഇത് നമ്മൾ നോക്കി വെക്കണം എന്നുള്ളത്. നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് കൊടുക്കേണ്ടതെന്നാണ് പറയണതല്ലേ. പിന്നെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഫുൾ നെയിം, ഒക്യുപ്പേഷൻ ആൻഡ് ഡേറ്റ് ഓഫ് ഇൻ്റർവ്യൂ. നമ്മൾ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർവ്യൂവിൽ ചെയ്യുക, അപ്പോൾ അതിൻ്റെ ഫോർമാറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഫിലിം ആണെന്നുണ്ടെങ്കിൽ ടൈറ്റിൽ എഴുതുക, ഇപ്പോൾ സിനിമയാണെന്നുണ്ടെങ്കിൽ സിനിമേൻ്റെ പേര് എഴുതുക, ആരുടെ ഡയറക്ടർ ആരാന്നറിയാം എഴുതുക. ദെൻ ഡിസ്ട്രിബ്യൂട്ടർ, ഇയർ. ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരോ സിനിമ വരുമ്പം അവിടെ ഉണ്ടാവും ഡിസ്ട്രിബ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ TV ഇപ്പോൾ എല്ലാവരും സിനിമ കാണണം, ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല ഡിസ്ട്രിബ്യൂട്ടറിനെ കുറിച്ചിട്ടല്ലേ. ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും, അവരുടെ പേര് എഴുതുക. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഴുതുക. CD-ROM, മാഗസിൻ ആർട്ടിക്കിൾ ആണെങ്കിൽ ഓതർ, ടൈറ്റിൽ, നെയിമും മാഗസിൻ വോളിയം നമ്പർ. ന്യൂസ് പേപ്പർ, ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് വെബ് സെർട്ടൈൻ രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ ഫൈനലി നമ്മൾ ഒന്നുകൂടി കാണണ്ടല്ലേ, കൊട്ടേഷൻ. കോപ്പി എക്സാർ നോൺ ആസ് എ കൊട്ടേഷൻ. കോപ്പി എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് കൊട്ടേഷനാണ്. റിസർച്ച് ഷുഡ് ബി ബ്രീഫ് ആസ് എ പോസിബിൾ. കൊട്ടേഷൻ നമ്പർ ഫ്രീക്വൻസി. ടു മെനി കൊട്ടേഷൻ യുവർ യൂസർ ഫോർ ദ റിസർച്ച് റിപ്പോർട്ട് വിൽ ബി ഇൻഡിക്കേറ്റ് ഇനബിലിറ്റി ഓഫ് എ റിസർച്ച് ഷുഡ് ഓൺ തിങ്കിങ് ഓൾവേസ് കൊട്ടേഷൻ മാർക്ക് ഡബിൾ. എന്താ കൊട്ടേഷനിലെ നമ്മൾ ആരെങ്കിലും ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് 2 കൊട്ടേഷൻ മാർക്ക് ഇടും. നമ്മൾ റിപ്പോർട്ട് വായിക്കുന്ന ടൈമിൽ, അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ
കുറേ കൊട്ടേഷൻ മാർക്ക് നമ്മൾ റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വായിക്കുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്താണ്, നമ്മൾ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്. കൊട്ടേഷൻ കൊടുത്താൽ വേറൊരാൾ പറഞ്ഞ കാര്യമല്ലേ നമ്മൾ എഴുതാൻ പറ്റുള്ളൂ. അതാണ് കൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുത്തിട്ടില്ല, ബാക്കിയുള്ളവരുതാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ തിങ്കിങ് എബിലിറ്റിന് അവരെന്ത് ചെയ്യുന്നു, അളവുകോലും കൊണ്ട് നടക്കും. ഇയാൾ എന്ത് ചെയ്തില്ല, ഇയാൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ട് അധികം റിപ്പോർട്ടിൽ എഴുതിയില്ല എന്ന് മനസ്സിലാക്കും. അങ്ങനെ വരാൻ പാടില്ല. അതിന് ആവശ്യത്തിന് മാത്രം കൊട്ടേഷൻസ് വേണ്ട സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക, അല്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട. ഓക്കെ, കൊട്ടേഷൻസ് ഒക്കെ ഡബിൾ മാർക്കിലാണ് കൊടുക്കുക. അതിപ്പോൾ പറഞ്ഞേണ്ട ആവശ്യമില്ല. ദെൻ അപ്പൻഡിക്സ് വരുന്നുണ്ടല്ലേ. ഫൈനലി അപ്പൻഡിക്സ് ദ റിസർച്ച് റിപ്പോർട്ട് സം റെലവൻറ്റ് എവിഡൻസ് ടു എക്സ്പ്ലനേഷൻ ടു ബി ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നമ്മൾ എവിഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അതിനൊരു അപ്പൻഡിക്സായി നമ്മൾ കൊടുക്കും. അപ്പോൾ വേറൊരാൾക്ക് നോക്കുമ്പോൾ ടൈമിൽ ഇതിനെക്കുറിച്ച് കൂടുതലും അറിയണമെന്നുണ്ടെങ്കിൽ ആ താഴെ പോയി നോക്കുന്നു, പിന്നെ ആ സൈറ്റിൽ കയറി നോക്കുന്നു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വിവരങ്ങൾ നമ്മുടെ റിസർച്ച് റിപ്പോർട്ടുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ദിസ് ആർ ദി 5. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിബ്ലോഗ്രഫി കഴിഞ്ഞു, ഫുട് നോട്ട് കഴിഞ്ഞു, ചാർട്ട്സ് കഴിഞ്ഞു, അപ്പൻഡിക്സ്, കൊട്ടേഷൻസ് കഴിഞ്ഞു. ഇതാണ് നമ്മൾ റിസർച്ച് റിപ്പോർട്ടിംഗ് എന്ന് പറയണതിൽ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതാണ്. വളരെ സിമ്പിളാണ്. ഓക്കെ, റിപ്പോർട്ട് റൈറ്റിങ്ങിൻ്റെ ഒരു 7 സ്റ്റെപ്പാണ് ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത്. 7 സ്റ്റെപ്പ് നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഓൾ.